ഇന്ത്യ അമേരിക്ക തർക്കത്തിൽ നിലപാട് മയപ്പെടുത്തിയ അമേരിക്ക ഇന്ത്യ അമേരിക്കയുടെ മുഖ്യ തന്ത്രപരമായ പങ്കാളിയായി തുടരുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞു. ഇന്ത്യയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതേപ്പറ്റി വ്യക്തമാക്കി കഴിഞ്ഞെന്നും പിഗോട്ട് പ്രതികരിച്ചു. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ പറ്റിയും വ്യാപാര കമ്മിയെ പറ്റിയുമുള്ള ആശങ്കകളാണ് ട്രംപ് പങ്കുവച്ചതെന്നും പിഗോട്ട് പറഞ്ഞു. അമേരിക്കൻ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചെയ്തു. മധു കൊട്ടാരക്കര, തീരുവയിൽ മയപ്പെടുത്താതെ അമേരിക്കയുമായി ചർച്ച വേണ്ട നിലപാടിലായിരുന്നു ഇന്ത്യ. പതിയെ മയപ്പെടുകയാണോ? തീരുവയിൽ കോംപ്രമൈസ് ആകുമോ? വിവരം. ഉന്മേഷ് സൊഹേൽ, നമ്മളൊരു കാര്യം മറക്കേണ്ടത് ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയെ സംബന്ധിച്ച് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പങ്കാളി തന്നെയാണ്. തന്നെയുമല്ല, കഴിഞ്ഞ 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വ്യാപാര മേഖലയിലായാലും ആയുധ മേഖലയിലായാലും ബഹിരാകാശ മേഖലയിലായാലും ഒരുപാട് കരാറുകൾ ഒപ്പിട്ട് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് റഷ്യയെ ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു സമ്മർദ്ദ തന്ത്രത്തിൽ കൊണ്ടുവരാനും തീരുവയിൽ ട്രംപ് മനസ്സിൽ കണ്ട ഒരു നമ്പറിലേക്ക് ഇന്ത്യയെ എത്തിക്കാനും വേണ്ടിയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് നമ്മളതിനെ വിലയിരുത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ഇരു രാജ്യങ്ങളുടെയും ഈ നയതന്ത്ര പ്രതിനിധികളും വ്യാപാര മേഖലയിലുള്ളവരും തമ്മിലുള്ള ചർച്ചകൾ വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു അവസാന വാക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോൾ ഈ സ്വരം മയപ്പെടുത്തി അമേരിക്ക എന്ന് പറയുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഇന്ത്യ അമേരിക്കയുടെ ഒരു മുഖ്യ തന്ത്രപരമായ പങ്കാളിയെ തുടരുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി ആയിട്ടുള്ള ടോമി പിഗോട്ടാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണെന്ന് ഇതിന്റെ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ വ്യാപാര കമ്മിയും പറ്റിയുമുള്ള ട്രംപിന്റെ ചില ആശങ്കകളാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലുള്ളതെന്നാണ് ടോമി പറയുന്നത്. ഉന്മേഷ് സൊഹേൽ. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.